ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന. ഗാസയിലെ ഹമാസ് ഭീകരന്മാർക്കെതിരെയുള്ള ആക്രമണം ഓരോ മണിക്കൂറുകളിലും കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗാസയിലെ റഫയിലും ഖാൻ യൂനിസിന് സമീപവുമുള്ള ബങ്കറുകളിൽ ഇനിയും ഹമാസ് ഭീകരന്മാർ ജീവനോടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇസ്രായേലി സേനയ്ക്കുള്ളത്. ഇസ്രായേലി സേനയുടെ ആക്രമണം ഈ ബങ്കറുകളിലേക്ക് അതിരൂക്ഷമായി തുടരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്. ഗാസയിലെ ബങ്കറുകളിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ ജീവനോടെ പിടികൂടാൻ ഇസ്രായേലി സേനയ്ക്ക് ഒരു താല്പര്യവുമില്ല. അതായത് അതേസമയം തന്നെ ബങ്കറിലുള്ള ഹമാസ് ഭീകരന്മാരെ ജീവനോടെ വിട്ടയക്കണമെന്ന ആവശ്യമാണ് ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനോട് അനുകൂലമായൊരു പ്രതികരണം ഇസ്രായേൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. അതേസമയം അമേരിക്ക പലതവണ ആവശ്യപ്പെട്ടപ്പോൾ ഈ ബങ്കറുകളിലുള്ള ഹമാസ് ഭീകരന്മാരെ ജീവനോടെ പുറത്തേക്ക് വിട്ടയക്കാമെന്നും അതേസമയം തന്നെ അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണമെന്നുമായിരുന്നു അന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. അമേരിക്ക ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു പിന്നാലെ ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ഭീകരന്മാരെയും കൊന്നൊടുക്കാനുള്ള നടപടിയാണ് ഇസ്രായേൽ നടപ്പാക്കിയത്, ഇസ്രായേൽ ആരംഭിച്ചത്. ഇപ്പോൾ ഇതാ ഗാസയിലുടനീളം ഹമാസിനെതിരെയുള്ള ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഇസ്രായേലി സേന. റഫയ്ക്ക് സമീപമുള്ള ബങ്കറുകളിൽ 200-ലധികം ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും വലിയ വിവരം. ഈ ബങ്കറിന്റെ എല്ലാ വാതിലുകളും ഇസ്രായേലി സേന പൂട്ടിയിരിക്കുന്നു. ഈ ബങ്കറിന്റെ പല കോണുകളിലായി 10 കണക്കിന് സ്ഫോടക വസ്തുക്കളാണ് ഇസ്രായേലി സേന നിറച്ചിരിക്കുന്നത്. ഏത് നിമിഷവും ഈ സ്ഫോടക വസ്തുക്കൾക്ക് ഇസ്രായേലി സേന തിരികെ കൊടുക്കാം. ആ സെക്കൻഡിൽ ഈ ബങ്കറുകൾ ഒന്നാകെ പൊട്ടിത്തകർത്തരിപ്പണമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഗാസയിലെ ഹമാസിന്റെ ഒരു ഭീകരനും ഇനി ജീവനോടെ പുറത്തേക്ക് പോകരുത്. ഇതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഹമാസിന്റെ ഭീകരന്മാർ നടത്തിയത് ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ രാത്രി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. 1500ഓളം വരുന്ന ഇസ്രായേലികളെ കൊന്നൊടുക്കി. ജീവനോടെ പിഞ്ചു കുട്ടികളെ അടക്കം വെന്തിരിച്ചു. അതുമാത്രവുമല്ല, 300ഓളം ഇസ്രായേലികളെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയി. അതിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. ഒടുവിൽ കൊല്ലാക്കൊല ചെയ്തു. അങ്ങനെ ഹമാസിന്റെ ക്രൂരത വിവരിക്കാൻ ആവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഒരു ക്രൂരത ചെയ്ത ഹമാസിന്റെ ഭീകരന്മാരോട് എങ്ങനെയാണ് ഇസ്രായേൽ പൊറുക്കുക? ആ ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോഴും ഹമാസിന്റെ ക്രൂരതയോട് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ് ഇല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഹമാസിന്റെ ഭീകരന്മാരെ ജീവനോടെ ബങ്കറുകളിൽ നിന്ന് പുറത്തേക്ക് വിടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. ഹമാസിന്റെ ഭീകരന്മാരെ ബങ്കറുകൾക്കുള്ളിലിട്ട് തീർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശപഥം ചെയ്തതുപോലെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ആഗോള തലത്തിൽ ആരൊക്കെ ആവശ്യപ്പെട്ടാലും ഹമാസിന്റെ ഭീകരന്മാരെ ഇനി ഗാസയിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് എത്തിക്കില്ല എന്നുള്ളത് ഇസ്രായേലിന്റെ വാശിയാണ്. ആ വാശി ഇസ്രായേൽ നടപ്പാക്കുക തന്നെ ചെയ്യും. ഈ ബങ്കറുകൾ ഒന്നാകെ പൊട്ടിത്തകർത്തരിപ്പണമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഗാസയിലെ ഹമാസിന്റെ ഒരു ഭീകരനും ഇനി ജീവനോടെ പുറത്തേക്ക് പോകരുത്. ഇതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഹമാസിന്റെ ഭീകരന്മാർ നടത്തിയത് ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ രാത്രി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. 1500ഓളം വരുന്ന ഇസ്രായേലികളെ കൊന്നൊടുക്കി. ജീവനോടെ പിഞ്ചു കുട്ടികളെ അടക്കം വെന്തിരിച്ചു. അതുമാത്രവുമല്ല, 300ഓളം ഇസ്രായേലികളെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയി. അതിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും
നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി, ഒടുവിൽ കൊല്ലാക്കൊല ചെയ്തു. അങ്ങനെ ഹമാസിൻ്റെ ക്രൂരത വിവരിക്കാൻ ആവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഒരു ക്രൂരത ചെയ്ത ഹമാസിൻ്റെ ഭീകരന്മാരോട് എങ്ങനെയാണ് ഇസ്രായേൽ പൊറുക്കുക? ആ ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോഴും ഹമാസിൻ്റെ ക്രൂരതയോട് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ് ഇല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഹമാസിൻ്റെ ഭീകരന്മാരെ ജീവനോടെ ബങ്കറുകളിൽ നിന്ന് പുറത്തേക്ക് വിടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. ഹമാസിൻ്റെ ഭീകരന്മാരെ ബങ്കറുകൾക്കുള്ളിലിട്ട് തീർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശപഥം ചെയ്തതുപോലെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ആഗോള തലത്തിൽ ആരൊക്കെ ആവശ്യപ്പെട്ടാലും ഹമാസിൻ്റെ ഭീകരന്മാരെ ഇനി ഗാസയിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് എത്തിക്കില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ വാശിയാണ്. ആ വാശി ഇസ്രായേൽ നടപ്പാക്കുക തന്നെ ചെയ്യും.